ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫർഗെറ്റ് പി എസ് സി. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിൻ്റെ ഒരു ബൂസ്റ്റർ സെഷനാണ്. ബൂസ്റ്റർ സെഷൻ എന്ന് പറഞ്ഞാൽ ഒരു 25 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒരൊറ്റ വീഡിയോ തന്നെ നമ്മൾ പ്ലേ ചെയ്യുകയാണ്. അതിനെ പറ്റിയിട്ടുള്ള ആൻസേഴ്സും അതിൻ്റെ റിലേറ്റഡ് ഇൻഫോർമേഷൻസൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച സെഷനിലൊക്കെ വരുന്ന ഭാഗങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഈ സെഷൻ ഇപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി, നമ്മൾ നോളജ് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സെഷനാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി ദ കോമ്പോസിഷൻ ഓഫ് സ്പെൽറ്റർ ഫോർ ബ്രേസിംഗ് സ്റ്റീൽ? 1 part copper plus 1 part zinc, 2 parts copper plus 1 part zinc, 3 parts copper plus 2 parts zinc, 4 parts copper plus 3 parts zinc. സ്പെൽറ്റർ എന്ന് പറഞ്ഞാൽ ബ്രേസിംഗ് സ്റ്റീലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫില്ലർ മെറ്റീരിയലാണ് സ്പെൽറ്റർ. അപ്പോൾ അതിൽ വരുന്നത് ആൻസർ വരുന്നത് 1 part കോപ്പർ പ്ലസ് 1 part സിങ്ക് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വെൻ വെൽഡിംഗ് കാർബൺ സ്റ്റീൽ ഹാവിംഗ് 0.3% to 0.45% carbon, to which temperature should the parts be preheated? 100 to 120 degrees Celsius, 150 to 280 degrees Celsius, 280 to 350 degrees Celsius, 350 to 450 degrees Celsius. അതായത് 0.3% മുതൽ 0.45% വരെ കാർബൺ സ്റ്റീൽ വെൽഡിങ് ചെയ്യാൻ നമ്മൾ ആ ഒരു പാർട്സ് എത്ര ടെമ്പറേച്ചറിലേക്ക് പ്രീഹീറ്റ് ചെയ്യണം? അതിൻ്റെ ആൻസർ വരുന്നത് 150 to 280 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പേഴ്സൻറ്റേജ് നോക്കാം. ലോ കാർബൺ സ്റ്റീൽ ആണെങ്കിൽ 0.25% കാർബണാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. ലോ, മീഡിയം, ഹൈ കാർബൺ ഒക്കെ ചോദിച്ച കാര്യമാണ്. ഇപ്പോൾ ലോ കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ 0.25% കാർബണാണ്. മീഡിയം കാർബൺ ആണെങ്കിൽ 0.25 to 0.6% കാർബൺ. ഹൈ കാർബൺ സ്റ്റീൽ ആണെങ്കിൽ മോർ ദാൻ 0.6% കാർബൺ. ഓക്കെ, 0.6 to 1.5 വരും. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഹൈ കാർബൺ ആണെങ്കിൽ 0.6 to 1.5 വരും. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചത് 0.3 to 0.45 ആണ്. അപ്പോൾ അത് വരുന്നത് മീഡിയം കാർബൺ സ്റ്റീലിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് അയൺ പൗഡർ ഇലക്ട്രോഡ്സ്? ക്രാക്ക് ഇൻ ദ ജോയിൻറ്റ്സ് ആർ അവോയ്ഡഡ്, സ്ട്രെങ്ത് ഓഫ് ഫ്ലെക്സ് കോട്ടിംഗ് ഇസ് ഇൻക്രീസ്ഡ്, time required to complete a weld is reduced, conduct of electricity in the electrode is easily controlled. നമ്മൾ അയൺ പൗഡർ ഇലക്ട്രോഡ്സ് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് എ വെൽഡ് ഈസ് റെഡ്യൂസ്ഡ്. അപ്പോൾ അയൺ പൗഡർ ഇലക്ട്രോഡ്, ബേസ് പൗഡർ ഇലക്ട്രോഡൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ അയൺ പൗഡർ ഇലക്ട്രോഡിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടൈം, ഓക്കെ, ഒരു വെൽഡ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം നമുക്ക് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് തീർക്കാൻ കഴിയും ഒരു വെൽഡിങ്. നാലാമത്, വാട്ട് ഡി സി പവർ സോഴ്സ് ഇസ് യൂസ്ഡ് ഫോർ ഇലക്ട്രോസ്ലാഗ് വെൽഡിങ്? ഇലക്ട്രോസ്ലാഗ് വെൽഡിങ്ങിന് ഡി സി പവർ സോഴ്സ്, ഏത് തരത്തിലുള്ള ഡി സി പവർ സോഴ്സാണ് വേണ്ടത്? കോൺസ്റ്റൻറ്റ് കറണ്ട് പവർ സോഴ്സ്, വേരിയബിൾ കറണ്ട് പവർ സോഴ്സ്, കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് പവർ സോഴ്സ്, വേരിയബിൾ വോൾട്ടേജ് പവർ സോഴ്സ്. അതിൻ്റെ ആൻസർ വരുന്നത് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് പവർ സോഴ്സാണ്. ഓക്കെ, കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് പവർ സോഴ്സാണ് ഇലക്ട്രോസ്ലാഗ് വെൽഡിങ്ങിന് വേണ്ടത്. നെക്സ്റ്റ്, ഇൻ സ്പോട്ട് വെൽഡിങ് ദ സൈസ് ഓഫ് നഗറ്റ് ഇസ് കൺട്രോൾഡ് ബൈ ഡാഷ്? ടൈം, കറണ്ട്, പ്രഷർ, ഇലക്ട്രോഡ് കോണ്ടാക്ട് ഏരിയ. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഇലക്ട്രോഡ് കോണ്ടാക്ട് ഏരിയ ആണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. നഗറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് നഗറ്റ്. നമ്മളിപ്പം ഒരു സ്പോട്ട് വെൽഡ് ചെയ്യുമ്പോൾ 2 പാർട്സ് നമ്മളവിടെ കൂട്ടി വെച്ച് നമ്മൾ എന്താക്കും, ഫോഴ്സ് കൊടുക്കും അല്ലേ? ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പോട്ടിലൊരു വെൽഡ് ഉണ്ട്. ആ വെൽഡിൻ്റെ ആ ഒരു ഭാഗം, അതാണ് നഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ നഗറ്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ ഇലക്ട്രോഡിൻ്റെ സൈസിന് പ്രൊപ്പോർഷനായിട്ട്, ഇപ്പോൾ ഇലക്ട്രോണിൻ്റെ സൈസ് വെച്ച് കഴിഞ്ഞാൽ അതേ ഒരു ഡയമീറ്റർ തന്നെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇലക്ട്രോണിൻ്റെ സൈസാണ് ഇവിടെ നഗറ്റിൻ്റെ സൈസായിട്ട് വരുന്നത്. അതാണ് ഇവിടെ ചോദിച്ചത്. ഓക്കെ, ഇവിടെ ഇലക്ട്രോഡ് കോണ്ടാക്ട് ഏരിയ തന്നെയാണ് നമുക്കിവിടെ നഗറ്റിൻ്റെ സൈസായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഫിഗർ നോർമൽ വെക്കുക, പറ്റുകയാണെങ്കിൽ ഒന്ന് വരച്ചെടുക്കുക കേട്ടോ നോട്ടിൽ. അടുത്തത്, വിച്ച് ഓഫ് ദീസ് ഇസ് ആൻ എക്സാമ്പിൾ വേർ തെർമിറ്റ് വെൽഡിംഗ് ഇസ് യൂസ്ഡ്? വെൽഡിംഗ് ഓഫ് ലോക്കോമോട്ടീവ് റെയിൽസ്, വെൽഡിംഗ് ഓഫ് എഞ്ചിൻ ബ്ലോക്സ്, വെൽഡിംഗ് ഓഫ് ലെയ്ത്ത് ബെഡ്സ്, വെൽഡിംഗ് ഓഫ് ഷീറ്റ് മെറ്റൽസ്. അതിൻ്റെ ആൻസർ വരുന്നത്
വെൽഡിങ് ഓഫ് ലോക്കോമോട്ടീവ് റെയിൽസ്. ഓക്കെ, ഇപ്പോൾ റെയിൽ പാളങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ തെർമിറ്റ് വെൽഡിംഗ് ആണ് നമ്മളിവിടെ കൊടുക്കേണ്ട കറക്റ്റ് ഓപ്ഷൻ കേട്ടോ. അത് നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ നോർമൽ വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ റെയിൽ പാളം ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ വെൽഡ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഈ തെർമിറ്റ് വെൽഡിങ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. തെർമിറ്റ് വെൽഡിങ്ങിൻ്റെ ഫിഗറൊക്കെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി വെക്കുക. തെർമിറ്റ് വെൽഡിങ് ആ ഒരു സാനിനുള്ളിൽ നമ്മൾ റാം ചെയ്ത് വെച്ച് പാർട്സ് റാം ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മോൾട്ടൺ മെറ്റൽ ഒഴിച്ച് വെച്ചിട്ട് ഒരു വെൽഡ് ചെയ്തെടുക്കുന്നൊരു പരിപാടിയാണ് ഈ തെർമിറ്റ് വെൽഡിങ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഫിഗറൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്താണ്. മുന്നത്തെ വീഡിയോ ഇങ്ങനെ അടുപ്പിച്ച് നോക്കിക്കൊണ്ട് കേട്ടോ. പഴയ വീഡിയോസ് വിടരുത്. പഴയ വീഡിയോസ് വീണ്ടും വീണ്ടും എടുത്ത് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇവിടെ കാണാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് ഇസ് എ ഫ്യൂഷൻ വെൽഡിങ് പ്രോസസ്സ്? നമ്മൾ വെൽഡിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അതിൽ ഫ്യൂഷൻ വെൽഡിങ് പ്രോസസ്സ് എവിടെയാണ് വരുന്നത്? ഫോർജ്, ആർക്ക്, സ്റ്റഡ്, റെസിസ്റ്റൻസ്. ഏതാണ്? ആർക്ക് വെൽഡിംഗ് ആണ് ഫ്യൂഷൻ വെൽഡിംഗ് പ്രോസസ്സ്. ഓക്കെ, ഫോർജ് വെൽഡിങ്, സ്റ്റഡ്, റെസിസ്റ്റൻസ് ഒക്കെ ഏത് ടൈപ്പാണ്? പ്രഷർ വെൽഡിങ് കേട്ടോ. പ്രഷർ വെൽഡിങ്ങും ഫ്യൂഷൻ വെൽഡിങ്ങും ആണ് മെയിൻ ക്ലാസിഫിക്കേഷൻ. അതിൻ്റെ ഉള്ളിലാണ് സബ് ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫ്യൂഷൻ വെൽഡിങ്ങിലാണ് ആർക്ക് വെൽഡിങ്, ഗ്യാസ് വെൽഡിങ്, ഇതെല്ലാം. പ്രഷറിലാണ് റെസിസ്റ്റൻസ്, സ്പോട്ട്, സീം, പ്രൊജക്ഷൻ, ഫോർജ്, ഇതൊക്കെ വരുന്നത്. അടുത്തത്, ഐഡൻറ്റിഫൈ ദ വെൽഡിങ് പ്രോസസ് ആസ് ഷോൺ ഇൻ ഫിഗർ ബിലോ. നമ്മുടെ ഈ ഒരു ഫിഗർ ഞാൻ ഇവിടെ കൊടുത്തിട്ട് ഈ ഫിഗറിൽ കാണിക്കുന്ന വെൽഡിങ് പ്രോസസ്സ് ഏതാണ് എന്നാണ് ചോദിച്ചത്. തെർമിറ്റ് വെൽഡിങ്, സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്, ഫോർജ് വെൽഡിങ്, ഫ്രിക്ഷൻ വെൽഡിങ്. അതിൻ്റെ ആൻസർ എന്താണ്? ഫ്രിക്ഷൻ വെൽഡിങ്. അപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ വെൽഡിങ് എന്താണ്? ഇവിടെ റൊട്ടേറ്റിംഗ് പാർട്ടാണ്. നമുക്ക് ഈ ഒരു രണ്ട് ഭാഗമാണ് നമുക്ക് എന്താക്കാനുള്ളത്? വെൽഡ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി ഇതെന്താക്കും? നമ്മളൊരു മൂവബിൾ റാം വെച്ചിട്ട് നമ്മളിതിനെ മുന്നോട്ടേക്ക് ഇങ്ങനെ നീക്കും. ഇപ്പോൾ ഈ ഒരു ഭാഗം റൊട്ടേറ്റിംഗ് ആണ്. ഇതിനെ മുന്നോട്ട് നീക്കുമ്പോൾ എന്താവും? ഇവിടെ തട്ടുമ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാവും അല്ലേ? ഫ്രിക്ഷൻ ജനറേറ്റ് ചെയ്യും. ആ ഹീറ്റ് കൊണ്ട് അവിടെ വെൽഡിങ് സംഭവിക്കും. ഓക്കെ, ഇപ്പോൾ ഫ്രിക്ഷൻ വെൽഡിങ് നമ്മൾ നോക്കി വെക്കുക. ഒരു ഭാഗം നമ്മൾ ലെയ്ത്ത് പോലെ ഉണ്ടാവും ഏകദേശം. ഓക്കെ, ലെയ്ത്തിലിപ്പോൾ ഹെഡ് സ്റ്റോക്ക് ഇപ്പോൾ തിരിയും പോലെ തന്നെ ഉണ്ടാവും. ഹെഡ് സ്റ്റോക്ക് ഇങ്ങനെ തിരിയുണ്ടാവും. അവിടെയാണ് ഒരു പാർട്ട് വെക്കുന്നത്. ഇതിപ്പോൾ ഒരു ടെയിൽ സ്റ്റോക്ക് ഞങ്ങൾ സങ്കല്പിക്കുക, മനസ്സിലാകാൻ വേണ്ടിയിട്ട് ടെയിൽ സ്റ്റോക്ക് ആയിട്ട് സങ്കല്പിക്കുക. അപ്പോൾ ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ എന്താവും? അവിടെ എത്തുമ്പം ടച്ച് ചെയ്യുമ്പം തട്ടി ഫ്രിക്ഷനെ കൊണ്ട് ടെമ്പറേച്ചർ ജനറേറ്റ് ആയിട്ട് വെൽഡിങ് സംഭവിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഫ്രിക്ഷൻ വെൽഡിങ്. ബാക്കി നമുക്ക് സബ്മർജറും തെർമിറ്റൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ ഫിഗേഴ്സ് ഒന്ന് മനസ്സിൽ നോക്കുക. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയിട്ട് നോക്കി നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തത്, ദ ആംഗിൾ ഓഫ് ഇലക്ട്രോഡ് ടു ദ വർക്ക് ഇൻ റൈറ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക് ഇൻ ഗ്യാസ് വെൽഡിംഗ് ഇസ് 30 to 40 ഡിഗ്രി, 40 to 50 ഡിഗ്രി, 50 to 60 ഡിഗ്രി, 60 to 70 ഡിഗ്രി. റൈറ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക്കിൽ ഇലക്ട്രോഡിൻ്റെ ആംഗിൾ എത്രയെന്നാണ് ചോദിച്ചത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഈ റൈറ്റ് വേർഡ് ആൻഡ് ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക്ക്. ഓക്കെ, അതിൽ കറക്റ്റ് ആൻസർ വരുന്നത് 40 to 50 ഡിഗ്രിയാണ്. നമുക്കൊന്നും കൂടെ ഒരു ഫിഗർ നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ ഇലക്ട്രോഡിന് ഒരു ആംഗിൾ ഉണ്ട്, ബ്ലോ പൈപ്പിന് ഒരു ആംഗിൾ ഉണ്ട്. ഇതാണ് ബ്ലോ പൈപ്പ് കേട്ടോ. ഈ ഒരു ഭാഗമാണ് ബ്ലോ പൈപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഇതാണ് ഇലക്ട്രോഡ്. അപ്പോൾ ലെഫ്റ്റ് വേർഡ് ടെക്നിക്ക് ആണെങ്കിൽ 30 to 40 ആണ് ഇലക്ട്രോഡ്, 60 to 70 ആണ് ബ്ലോ പൈപ്പ്. റൈറ്റ് വേർഡ് ടെക്നിക്ക് ആണെങ്കിൽ ഇലക്ട്രോഡും ബ്ലോ പൈപ്പും 40 to 50 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചോദിച്ചെന്താണ്? റൈറ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക്കിൽ എത്രയെന്നാണ് ചോദിച്ചത്. അപ്പോൾ റൈറ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക്ക് ആണെങ്കിൽ നിങ്ങളോട് ഇലക്ട്രോഡ് ചോദിച്ചാലും ബ്ലോ പൈപ്പ് ചോദിച്ചാലും രണ്ടും സെയിം ഡിഗ്രി തന്നെയാണ്. 40 to 50 ഡിഗ്രിയാണ്. ഏതാണ്ട് 45 ഡിഗ്രിയിലാണ് അവർ ചെരിച്ച് വെച്ചിട്ട് ചെയ്യുക. ഓക്കെ, പക്ഷേ ലെഫ്റ്റ് വേർഡ് ചോദിക്കുകയാണെങ്കിൽ ബ്ലോ പൈപ്പ് 60 to 70യും ഇലക്ട്രോഡ് 30 to 40. അത് അങ്ങനെ തന്നെ പഠിച്ചു നോക്കാം കേട്ടോ. ഇതിൽ തന്നെ മുന്നേ ഒരു തിക്നെസ് ഓഫ് പ്ലേറ്റ് എത്രയാണെന്ന് ചോദിച്ചിരുന്നു. റൈറ്റ് വേർഡ് ലെഫ്റ്റ് വേർഡിൻ്റെ ഒക്കെ തിക്നെസ്സൊക്കെ മാറുന്നുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ആ വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടേബിൾ കിട്ടും. ഓക്കെ, അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്യാസ് മിക്സേഴ്സ് ഇസ് നോട്ട് യൂസ്ഡ് ഇൻ ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിങ്? ഓക്കെ, ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിങ് എന്ന് പറഞ്ഞാൽ GTAW. അതിൻ്റെ വേറെ പേരാണ് ടിഗ്, ടങ്സ്റ്റൺ ഇൻലെറ്റ് ഗ്യാസ് കേട്ടോ. ആ പേര് രണ്ടും സെയിം തന്നെയാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യാത്ത ഗ്യാസ് മിക്സർ ഏതാണ്? ആർഗോ ഹീലിയം, ആർഗൺ ഹൈഡ്രജൻ, ആർഗൺ നൈട്രജൻ, ആർഗൺ കാർബൺ ഡയോക്സൈഡ്. നമ്മൾ യൂസ് ചെയ്യാത്തത് ആർഗൺ നൈട്രജനാണ്. ഓക്കെ, ബാക്കിയൊക്കെ നമ്മൾ ടിഗ് വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ ആർഗൺ കേട്ടോ ഫസ്റ്റത്ത്. അതെൻ്റെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് പറ്റിയാണ്. ഫസ്റ്റ് പേപ്പറിൽ ആർഗൺ തന്നെ ഉള്ളത്. ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് പറ്റിപ്പോയത് കേട്ടോ.
അപ്പോൾ ഇത് ആർഗോ അല്ല, ആർഗൺ തന്നെ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാത്തത് ആർഗൺ നൈട്രജൻ ആണ് കേട്ടോ. നെക്സ്റ്റ്, വിച്ച് among the following carbon steel is mostly easily weldable? ക്യുക്കായിട്ട് നമുക്ക് സുഖമായിട്ട് നമുക്ക് വെൽഡ് ചെയ്യാൻ കഴിയുന്നത് ഏത് കാർബൺ സ്റ്റീലാണ്? അത് നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം. അപ്പോൾ ഇവിടെ 0.15% കാർബൺ സ്റ്റീലിൽ, 0.3% കാർബൺ സ്റ്റീല്, 0.5% കാർബൺ സ്റ്റീല്, 0.75% കാർബൺ സ്റ്റീൽ. ഏതായിരിക്കും? 0.15% കാർബൺ സ്റ്റീൽ, അതായത് മൈൽഡ് സ്റ്റീൽ. ഓക്കെ, മൈൽഡ് സ്റ്റീലാണ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വെൽഡബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നേരത്തെ റേഞ്ച് പറഞ്ഞു അല്ലേ, ലോ കാർബൺ സ്റ്റീല്, ഹൈ കാർബൺ സ്റ്റീല്. അതിൽ ലോ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീലാണ് ഈ 0.15% എന്നൊക്കെ പറയുന്നത്. അപ്പം അതാണ് കുറച്ച് ഈസി ആയിട്ട് വെൽഡ് ചെയ്യാൻ കഴിയുന്നത്. ഇനി അടുത്തത്, വാട്ട് ഈസ് സ്യൂട്ടബിൾ ഷീൽഡിംഗ് ഗ്യാസ് ഫോർ വെൽഡിംഗ് ഓഫ് മൈൽഡ് സ്റ്റീൽ ബൈ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്? ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ഉപയോഗിച്ചിട്ട് മൈൽഡ് സ്റ്റീൽ വെൽഡ് ചെയ്യുമ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഷീൽഡിംഗ് ഗ്യാസ് ഏതാണ്? ഹീലിയം, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നൺ ഓഫ് ദി അബോവ്. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് വെച്ചിട്ടാണ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് നമ്മളൊരു ഷീൽഡിംഗ് ഗ്യാസ് കൊടുക്കുന്നത് ഈ മൈൽഡ് സ്റ്റീൽ വെൽഡ് ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വെൽഡ് സിമ്പിൾ O, ഓക്കെ, അതായത് ഒരു സർക്കിൾ, ഇസ് യൂസ്ഡ് ടു ഡിനോട്ട് സീം വെൽഡ്, സ്പോട്ട് വെൽഡ്, പ്രൊജക്ഷൻ വെൽഡ്, ഫ്ലാഷ് ബട്ട് വെൽഡ്. എൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് സ്പോട്ട് വെൽഡാണ്. ഇത് നമ്മൾ ഇതിൻ്റെ മുന്നേ ഡിസ്കസ് ചെയ്യാത്തൊരു ഏരിയ ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ടേബിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നിങ്ങൾ നോട്ടിലൊന്ന് പകർത്തും കേട്ടോ. ഓരോന്നിൻ്റെ വെൽഡിങ് സിമ്പിൾസ് ആണ്. ഫില്ലറ്റ് വെൽഡിങ് ആണെങ്കിൽ ഒരു ട്രയാങ്കിളാണ്, പ്ലഗ് ഓർ സ്ലോട്ട് ആണെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ, ഈ സ്പോട്ട് ഓർ പ്രൊജക്ഷൻ കണ്ടോ, സ്പോട്ട് ആണെങ്കിലും പ്രൊജക്ഷൻ ആണെങ്കിലും ഒരു സർക്കിൾ തന്നെയാണ് വരിക. സീം ആണെങ്കിൽ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ 2 ലൈൻസ്. ഓക്കെ, ഇത് ഈ ഒരു ഭാഗം നമുക്ക് അത്ര ചോദിക്കാത്ത രീതിയാണ്. ബാക്ക് ഓർ ബാക്കിംഗ്, മെൽറ്റ് ത്രൂ, അതല്ല അത്ര ചോദിക്കാറില്ല. ഈ ഗ്രൂ ജോയിൻസ് ചോദിക്കുന്നത് കേട്ടോ, സ്ക്വയർ, വി, ബിവൽ, യു, ജെ. ഓക്കെ, ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് നോട്ടിലൊന്ന് പകർത്തി വെക്കുക, ആ ഒരു വെൽഡിങ് സിമ്പിൾസ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലഗ്, സീം, ഫില്ലറ്റിൻ്റെ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കേട്ടോ. വെൽഡിങ് സിമ്പിൾസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, which of the following is used for classifying an electrode used in shielded metal arc welding? Type of flux coating, length of core wire, diameter of the core wire, baking temperature of the electrode. ഓക്കെ, നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാവുന്നുണ്ട് എന്താണെന്നുള്ളത്. നമ്മൾ മുന്നൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, പക്ഷെ ഇത് വേറെ രീതിയിലാണ് ചോദിച്ചത്. എന്താണ്? which of the following is used for classifying an electrode used in shielded metal arc welding? ഇലക്ട്രോഡ് ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇലക്ട്രോണിന് ഒരു കോഡിങ് ഉണ്ട് അല്ലേ, അത് വെച്ചിട്ടാണ് നമ്മളത് ക്ലാസിഫൈ ചെയ്യുന്നത് ഓരോ ഭാഗത്തേക്ക്. അതിൽ നമുക്ക് വരുന്നൊരു ക്രൈറ്റീരിയ എന്താണ്? ടൈപ്പ് ഓഫ് ഫ്ലക്സ് കോട്ടിങ് അല്ലേ. ടൈപ്പ് ഓഫ് ഫ്ലക്സ് കോട്ടിങ് ഉണ്ട്, അതുപോലെ യങ്സ് മോഡുലസ് ഉണ്ട് അല്ലേ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്, അതുപോലെ കറണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുള്ളത്. അപ്പോൾ അതിൽ ടൈപ്പ് ഓഫ് ഫ്ലക്സ് കോട്ടിങ് ഉണ്ട്. ബാക്കി ലെങ്ത് ഓഫ് കോർ വയർ ഇല്ല, ഡയമീറ്റർ ഓഫ് കോർ വയർ ഇല്ല, ബേക്കിംഗ് ടെമ്പറേച്ചർ ഓഫ് ഇലക്ട്രോഡും ഇല്ല. ഓക്കെ, അതുകൊണ്ട് ടൈപ്പ് ഓഫ് ഫ്ലക്സ് കോട്ടിംഗ് ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട്, ഇലക്ട്രോണിൻ്റെ കോഡിങ്, അതിൽ ഫ്ലക്സ് കോട്ടിങ്ങിൻ്റെ ടൈപ്പ് നമ്മളവിടെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഈ ഒരു രീതിയിൽ ചോദിച്ചത്, നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കേണ്ട കാര്യമുള്ളത്. നെക്സ്റ്റ്, ഇൻ വിച്ച് വെൽഡിംഗ് പൊസിഷൻ ദ റേറ്റ് ഓഫ് ഫില്ലർ മെറ്റൽ ഡിപ്പോസിഷൻ ഈസ് ദി ഹയസ്റ്റ്? ഹൊറിസോണ്ടൽ പൊസിഷൻ, വെർട്ടിക്കൽ പൊസിഷൻ, ഓവർഹെഡ് പൊസിഷൻ, ഫ്ലാറ്റ് പൊസിഷൻ. ഏത് വെൽഡിംഗ് പൊസിഷനിലാണ് ഫില്ലർ മെറ്റീരിയലിൻ്റെ മെറ്റൽ ഡിപ്പോസിഷൻ റേറ്റ് കൂടുതലുള്ളത്, കൂടുതൽ മെറ്റൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്? ഏതിനാണ്? ഫ്ലാറ്റ് പൊസിഷൻ. ഓക്കെ, ഇപ്പോൾ ഈ വെൽഡിംഗ് പൊസിഷനെ പറ്റിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിൽ ഉണ്ടായിരുന്നു. ഇത് വേറെ ടൈപ്പ് പൊസിഷനാണ് കേട്ടോ. റേറ്റ് ഓഫ് ഫില്ലർ മെറ്റൽ ഡിപ്പോസിഷൻ കൂടുതലുള്ളത് ഫ്ലാറ്റ് പൊസിഷനിലാണ്. ഇപ്പോൾ ഞാൻ ഒന്നും കൂടെ ആ ഒരു ഫിഗേഴ്സ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതാണ് ഫ്ലാറ്റ് പൊസിഷൻ കണ്ടോ, ഫ്ലാറ്റ് പൊസിഷൻ, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ ആൻഡ് ഓവർഹെഡ്. ഇത് ഫില്ലറ്റ് വെൽഡാണ്. താഴെ കാണിച്ചിരുന്നത് ബട്ട് വെൽഡാണ്. അതിൻ്റെ താഴെ പൈപ്പ് വെൽഡാണ്. ഓക്കെ, പൈപ്പ് ജോയിൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഡിസ്കസ് ചെയ്താണെന്നാലും ഒന്നും കൂടി നിങ്ങൾക്കൊന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫിഗർ വന്നത്. അപ്പോൾ നമുക്ക് ഈ ആദ്യം കാണിച്ചിരിക്കുന്ന ഈ ഒരു ഫ്ലാറ്റ് വെൽഡിനാണ് കൂടുതൽ മെറ്റൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അടുത്തത്,
To produce acetylene, water is added to calcium carbide, calcium carbonate, calcium chloride, calcium chlorate. ഏതിൻ്റെ കൂടെ നമ്മൾ വാട്ടർ ആഡ് ചെയ്യുക? അസെറ്റിലിൻ ഉണ്ടാക്കാൻ കാൽഷ്യം കാർബൈഡിൻ്റെ കൂടെയാണ് ആഡ് ചെയ്യുക കേട്ടോ. കാൽഷ്യം കാർബൈഡിൻ്റെ കൂടെയാണ്. ഒരു ഫിഗർ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചോളൂ. ഇതാണ് വാട്ടർ ഉണ്ടോ, വാട്ടർ കാൽഷ്യം കാർബൈഡ്, ഇതാണ് ഇൻപുട്ട്. ഇൻപുട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടുന്നുണ്ട്, നമുക്ക് വാട്ടർ കിട്ടുന്നുണ്ട്, ഇവിടെ വേസ്റ്റ് കിട്ടുന്നുണ്ട്. അവസാനം ഡ്രയർ കഴിഞ്ഞാൽ പിന്നെ നേരെ പോണത് അസെറ്റിലിനാണ്. കണ്ടില്ലേ? അപ്പോൾ ഈ പൈപ്പിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് എന്താണ്? അസെറ്റിലിൻ. സോ വാട്ടർ ആൻഡ് കാൽഷ്യം കാർബൈഡ് നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വരുന്നതാണ് എന്ത്? അസെറ്റിലിൻ. നെക്സ്റ്റ്, ദ ഇൻ്റർമിറ്റൻറ്റ് വെൽഡിംഗ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഡാഷ് reduce the residual stress in the joint, get uniform distribution of heat over the welded joint, minimize the amount of weld metal, have the plates expanded to the lesser degree with each bead. ഇൻ്റർമിറ്റൻ്റ് വെൽഡിംഗ് മെത്തേഡ് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളെ മനസ്സിൽ ഫിഗർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? മിനിമൈസ് ദി എമൗണ്ട് ഓഫ് വെൽഡ് മെറ്റലാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊന്ന് ഈ ഫിഗർ നോക്കാം കേട്ടോ. ഇതൊരു ടീ ഫില്ലറ്റ് ജോയിൻ്റ് ആണ്. ഇവിടെ നമ്മളിങ്ങനെ നേരെ ഇങ്ങനെ അടിച്ചു പോകുന്നതിന് പകരം നമ്മൾ ഇടയിലൊരു ഗ്യാപ്പ് വിട്ടിട്ട് നമ്മളിങ്ങനെ കൊടുക്കും. അതാണ് ഇൻ്റർമിറ്റൻ്റ് വെൽഡിങ്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? ഈ ഇടയിലുള്ള ഗ്യാപ്പിലുള്ള വെൽഡ് മെറ്റലൊക്കെ നമ്മൾ സേവ് ചെയ്തു. സോ മിനിമൈസ് ദി എമൗണ്ട് ഓഫ് വെൽഡ് മെറ്റൽ, അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. മനസ്സിലായില്ലേ? നെക്സ്റ്റ്, വിച്ച് ഓപ്പറേറ്റിംഗ് വേരിയബിൾ ഇൻ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് കൺട്രോൾസ് ദി ആർക്ക് ലെങ്ത്? സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിൽ ആർക്ക് ലെങ്ത് കൺട്രോൾ ചെയ്യുന്നത് ഏത് ഓപ്പറേറ്റിംഗ് വേരിയബിളാണ്? കറക്റ്റ് ആൻസർ വരുന്നത് വെൽഡിംഗ് വോൾട്ടേജ് ആട്ടോ. വെൽഡിംഗ് സ്പീഡ്, വോൾട്ടേജ്, കറണ്ടൊക്കെയാണ് അതിലുള്ളത്. വെൽഡിംഗ് വോൾട്ടേജ് ആണ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിൽ ആർക്ക് ലെങ്ത് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ. അടുത്തത്, ആറ്റമിക് ഹൈഡ്രജൻ വെൽഡിംഗ് വിൽ ഹാവ് എ ടെമ്പറേച്ചർ ഓഫ് 1600 ഡിഗ്രി സെൽഷ്യസ്, 2400 ഡിഗ്രി സെൽഷ്യസ്, 3200 ഡിഗ്രി സെൽഷ്യസ്, 6100 ഡിഗ്രി സെൽഷ്യസ്. എൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് 6100 ഡിഗ്രി സെൽഷ്യസ് ആണ്. വളരെ ടെമ്പറേച്ചർ കൂടിയ റേഞ്ചിലാണ് ആറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ് നടക്കുന്നത്. ഒന്ന് ആ ഫിഗർ നോക്കാം. ഇവിടെ ഹൈഡ്രജൻ സപ്ലൈൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ടങ്സ്റ്റൺ ഇലക്ട്രോൺ ആട്ടോ. ഇതിൻ്റെ മുകളിൽ 300 വോൾട്ടിലാണ് ചെയ്യുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് നോക്കട്ടോ. പവർ സപ്ലൈ 300 വോൾട്ടിലാണ്, AC ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ ഹൈഡ്രജൻ സപ്ലൈൻ്റെ കൂടെ നമ്മളൊരു ടങ്സ്റ്റൺ ഇലക്ട്രോഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളിവിടെ ഈ ആറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ് നടക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് 6100 ഡിഗ്രി സെൽഷ്യസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫ്യൂൽ ഗ്യാസ് യൂസ്ഡ് ഇൻ ഗ്യാസ് വെൽഡിംഗ് ഗീവ്സ് ദി മാക്സിമം ഫ്ലെയിം ടെമ്പറേച്ചർ? ഏറ്റവും കൂടുതൽ ഫ്ലെയിം ടെമ്പറേച്ചർ ഗ്യാസ് വെൽഡിങ്ങിൽ ഏറ്റവും കൂടുതൽ ഫ്ലെയിം ടെമ്പറേച്ചർ വരുന്നത് ഏത് ഗ്യാസാണ്? അസെറ്റിലിൻ ഗ്യാസ്, കോൾ ഗ്യാസ്, ഹൈഡ്രജൻ ഗ്യാസ്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് അസെറ്റിലിൻ ഗ്യാസ് തന്നെയാണ്. ഓക്കെ. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഓക്സി അസെറ്റിലിൻ ഗ്യാസിലെ അസെറ്റിലിൻ ഗ്യാസ് തന്നെയാണ് മാക്സിമം ഫ്ലെയിം ടെമ്പറേച്ചർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഗ്രാഫ് നോക്കി നോക്കാം. ഇപ്പോൾ കണ്ടോ, ഡിഫറെൻ്റ് ആയ ഫ്യൂവൽസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസമാണ് ഈ കാണുന്നത് കേട്ടോ. അതിൽ ഏറ്റവും മുകളിലാണ് അസെറ്റിലിൻ ഉള്ളത്, കണ്ടില്ലേ? അതിന് താഴെയാണ് ഈ പ്രൊപ്പഡൈൻ, പ്രൊപ്പലിൻ, ബ്യൂട്ടൈൻസ്, അതായത് ഈ പെട്രോളിയം ഗ്യാസസ് ഒക്കെ ഉള്ളത്. അതിൻ്റെ താഴെയാണ് ഈ ഹൈഡ്രജൻ ഗ്യാസ് ഉള്ളത്. ഓക്കെ. ഇനി, വാട്ട് ഈസ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഫില്ലർ മെറ്റൽ യൂസ്ഡ് ഇൻ സോൾഡറിങ്? എബവ് 816 ഡിഗ്രി സെൽഷ്യസ്, ബിലോ 427 ഡിഗ്രി സെൽഷ്യസ്, എബവ് 427 ഡിഗ്രി സെൽഷ്യസ്, ബിലോ 102 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ സോൾഡറിങ് ചെയ്യുമ്പോൾ ഫില്ലർ മെറ്റലിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് ബിലോ 427 ഡിഗ്രി സെൽഷ്യസ് കേട്ടോ. ബിലോ 427 ഡിഗ്രി സെൽഷ്യസ്. അത് നമുക്ക് നോക്കാം. ഇവിടെ ചെറിയൊരു കമ്പാരിസൺ പറയുന്നുണ്ട്. സോൾഡറിങ് ആൻഡ് ബ്രേസിങ് ആർ ജോയിനിങ് പ്രോസസ് വേർ പാർട്സ് ആർ ജോയിൻഡ് വിത്തൗട്ട് മെൽറ്റിംഗ് ദ ബേസ് മെറ്റൽസ്. അതായത് നമ്മൾ വെൽഡിങ്ങിൽ എന്ന് പറഞ്ഞാൽ ബേസ് മെറ്റലും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് അവിടെ വെൽഡിങ് നടക്കുന്നത്. പക്ഷേ സോൾഡറിങ്ങും ബ്രേസിങ്ങും എന്ന് പറഞ്ഞാൽ ഈ പാരൻ്റ് മെറ്റൽ അല്ലെങ്കിൽ ബേസ് മെറ്റൽ ഉരുകാതെയാണ് അവിടെ ജോയിനിങ് നടക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സോൾഡറിങ് ഫില്ലർ മെറ്റലിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് ബിലോ 450 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ.
അത് കുറച്ചും കൂടി ഒരു ആക്യുറേറ്റ് ആയിട്ടാണ് ഇവിടെ 427 എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ജനറലായിട്ട് പറഞ്ഞാണ്. 450°C താഴെയാണ് ഷോൾഡറിങ്, ബ്രേസിങ് വരുമ്പോൾ 450°C മുകളിലാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കമ്പോണൻസ് ആണ് ജോയിൻ ചെയ്യണമെങ്കിൽ അത് സോൾഡറിങ് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. വയറുകൾ, അങ്ങനത്തെ IC ചിപ്സ് അതൊക്കെ അവിടെ ബ്രേസിങ് കൊടുക്കാൻ പറ്റില്ല, കാരണം 450°C മുകളിലാണ്, അത് കംപ്ലീറ്റ് അവിടെ ഉരുകിപ്പോവും. സോ മെക്കാനിക്കൽ കമ്പോണൻസ് മാത്രമേ നമുക്ക് ബ്രേസിങ്ങിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് സ്ലാഗ് ഇൻക്ലൂഷൻ മേ ബി പ്രസൻറ്റ് ഇൻ മാനുവൽ മെറ്റൽ ആർക്ക് വെൽസ്, മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽസ്, മെറ്റൽ ആക്റ്റീവ് ഗ്യാസ് വെൽസ്, ഓൾ ഓഫ് ദി അബോവ്. ഏതിലാണ് സ്ലാഗ് ഇൻക്ലൂഷൻ കാണുന്നത്? മാനുവൽ മെറ്റൽ ആർക്ക് വെൽസിലാണ് സ്ലാഗ് ഇൻക്ലൂഷൻ കാണുന്നത്. ഓക്കെ, ഒന്ന് നമുക്ക് ആ ഡിഫക്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഏറ്റവും ആദ്യം കാണുന്നതാണ് ഐഡിയൽ വെൽഡ്. ഇത് ക്രാക്സ് ഓർമ്മ ഉണ്ടോ? ഹെയർ ലൈൻ. ഓക്കെ, ഹെയർ ലൈൻ സെപ്പറേഷൻ, അതാണ് ക്രാക്സ് എന്ന് പറഞ്ഞാൽ. പോറോസിറ്റി പറഞ്ഞാൽ ഉള്ളിൽ ഹോൾസുമായിട്ട് ഉണ്ടാവും പോറോസിറ്റി. ഓക്കെ, ഇനി ഇവിടെ അണ്ടർ കട്ട് കണ്ടോ, ഇതിവിടെ ഈ ഒരു ഭാഗം വന്ന് ജോയിൻ ചെയ്യുന്ന ഈ ഒരു ഭാഗം കട്ടായി പോയിട്ടുണ്ടാവും, അതാണ് അണ്ടർ കട്ട് എന്ന് പറയുന്നത്, ഈ രണ്ട് സൈഡ്. ഓക്കെ, സ്ലാഗ് ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്ലാഗ് അല്ലെങ്കിൽ അതർ ഫോറിൻ പാർട്ടിക്കിൾസ് വെൽഡ് മെറ്റലിൻ്റെ ഉള്ളിൽ കുടുങ്ങി പോവുക, അതാണ് സ്ലാഗ് ഇൻക്ലൂഷൻ. പിന്നെ സ്പാറ്റർ, ചെറിയ ചെറിയ തുള്ളികളായി തെറിച്ച് നിൽക്കുന്നത്, അതാണ് സ്പാറ്റർ. ഇൻകംപ്ലീറ്റ് ഫ്യൂഷൻ കണ്ടോ, ഈ ബേസ് മെറ്റലായിട്ട് വെൽഡ് മെറ്റൽ പൂർണ്ണമായിട്ടും ഫ്യൂസ് ചെയ്യാതിരിക്കുക, അതാണ് ഇൻകംപ്ലീറ്റ് ഫ്യൂഷൻ. അടുത്തത് ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് വരെ എത്തി ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ മുഴുവനായിട്ട് റൂട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല, അതാണ് ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ. പിന്നെ ഓവർലാപ്പ്. ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ വെൽഡ് മെറ്റൽ ഇവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ അത് കണ്ടോ, ഐഡിയൽ വെൽഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതുവരെ മതി വെൽഡ് മെറ്റൽ, പക്ഷേ മേലോട്ട് വീണ്ടും കയറി കിടക്കുക കണ്ടോ, അതാണ് ഓവർലാപ്പ്. അതൊന്ന് മനസ്സിൽ വെക്കട്ടെ. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഫിഗർ ഒന്ന് വരച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ക്വസ്റ്റൻസ് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഫോറിൻ ബോഡീസ് ഏത് ഡിഫക്റ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാം, അത് സ്ലാഗ് ഇൻക്ലൂഷനാണ്. ഹെയർ ലൈൻ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ക്രാക്കാണ്. ഓക്കെ, അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പൈപ്പ് വെൽഡിംഗ് പൊസിഷൻസ് സ്റ്റാൻഡ്സ് ഫോർ 45° ഇൻക്ലൈൻഡ് പൊസിഷൻ വെൽഡിംഗ്? 1G, 2G, 5G, 6G. കറക്റ്റ് ആൻസർ വരുന്നത് 6G ആണ്. ഞാൻ ഇതേ വീഡിയോയിൽ തന്നെ കുറച്ച് മുന്നേ ഒരു ക്വസ്റ്റനിൽ കാണിച്ച ഫിഗർ തന്നെയാണ് ഇപ്പോൾ കാണിക്കുന്നത് കണ്ടോ. ഇത് കുറച്ച് മുന്നേ വേറെ ക്വസ്റ്റനിൽ കാണിച്ച ഫിഗറാണ്. അതിൽ കണ്ടോ 6G കണ്ടോ, 6G ഇതാണ് പൈപ്പ് വെൽഡിങ് കേട്ടോ. ആദ്യത്തെ കാണിച്ചിരിക്കുന്നത് ഫില്ലറ്റ് വെൽഡ്, രണ്ടാമത് കാണിക്കുന്നത് ബട്ട് വെൽഡ്, മൂന്നാമത്തെ കാണിച്ചത് പൈപ്പ് വെൽഡ്. അതിൽ 6G എന്ന് പറഞ്ഞ ആ ഒരു നെയിമുള്ള പൊസിഷനിലാണ് പൈപ്പ് 45° ചരിച്ചിട്ട് നമ്മൾ വെൽഡിങ് കൊടുക്കുന്നത്. ഓക്കെ, അടുത്തത് വിച്ച് അലോയിങ് എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ സ്റ്റീൽ ഗീവ്സ് ഇറ്റ് ഹയർ ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് ഹാർഡ്നെസ് വിത്തൗട്ട് റിഡ്യൂസിങ് ഇറ്റ്സ് ഡക്റ്റിലിറ്റി? ഓക്കെ, സ്റ്റീലിന് ഹയർ ടെൻസൈൽ സ്ട്രെങ്ത്തും ഹാർഡ്നെസ്സും കൊടുക്കുക, ഡക്റ്റിലിറ്റി കുറയാതെ, അങ്ങനെ കൊടുക്കുന്ന അലോയിങ് എലമെൻ്റ് ഏതാണ്? അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ക്രോമിയമാണ്. ഓക്കെ, അടുത്തത് വാട്ട് റെസിസ്റ്റൻസ് വെൽഡിംഗ് പ്രോസസ് ഇസ് യൂസ്ഡ് ടു വെൽഡ് തിൻ ഷീറ്റ്സ് കണ്ടിന്യൂസ്ലി? പ്രൊജക്ഷൻ വെൽഡിങ്, സ്പോട്ട് വെൽഡിങ്, സീം വെൽഡിങ്, ഫ്ലാഷ് വെൽഡിങ്. വാട്ട് റെസിസ്റ്റൻസ് വെൽഡിംഗ് പ്രോസസ് ഇസ് യൂസ്ഡ് ടു വെൽഡ് തിൻ ഷീറ്റ്സ് കണ്ടിന്യൂസ്ലി? ഇപ്പോൾ ഇതിൽ ഏത് ടൈപ്പ് വെൽഡിംഗ് ആണ് തിൻ ഷീറ്റ്സിൽ കണ്ടിന്യൂസ് വെൽഡിങ് കൊടുക്കുന്നത്? ഓക്കെ, ഏത് റെസിസ്റ്റൻസ് വെൽഡിംഗ് പ്രോസസ്സാണ് തിൻ ഷീറ്റ്സിൽ കണ്ടിന്യൂസ് വെൽഡ് ചെയ്തു പോകുന്നത്? അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് സീം വെൽഡിംഗ് ആണ്. ഓക്കെ, സീം വെൽഡിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഫിഗർ നോക്കാം. സീം വെൽഡിംഗ് എന്ന് കണ്ടോ, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. നമുക്കറിയാം സ്പോട്ട് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ സ്പോട്ടായിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ പ്രൊജക്ഷൻ വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, ഒരു ഷീറ്റിൻ്റെ ഒരു ഭാഗം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യും, എന്നിട്ട് അടുത്ത ഷീറ്റിനോട് നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് എന്താക്കും, അവിടെ മെൽറ്റ് ചെയ്തിട്ട്, അങ്ങനെയാണ് പ്രൊജക്ഷൻ വെൽഡിങ്ങിൽ വെൽഡിങ് നടക്കുന്നത്. ഇനി സീം വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഓക്കെ, കണ്ടിന്യൂസ് പ്രോസസ്സ്, തിൻ ഷീറ്റ്സ് വെൽഡ് ചെയ്യാനുള്ളൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഈ ഒരു സീം വെൽഡിങ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ അന്നത്തെ ഒരു സെഷൻ. അപ്പോൾ ഇതിൽ 25 ക്വസ്റ്റ്യൻസ് ആണ് അടങ്ങിയിരിക്കുന്നത്. നല്ലപോലെ ഇത് വായിച്ചു നോക്കുക, നല്ലപോലെ പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ ഇതേപോലെ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.